ഇപ്പോൾ എം ലിജു മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ആവിഷ്കരിച്ചത് LDF ആണ്. 2023 നടത്തിയ നിയമ ഭേദഗതി, അത് അബ്കാരി റൂൾസിനെ ഭേദഗതി ചെയ്ത് ഒരു വകുപ്പ് ഉൾപ്പെടുത്തി 0.5% മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തെ വീര്യം കുറഞ്ഞ മദ്യമായി ക്ലാസിഫൈ ചെയ്ത് LDF ഗവൺമെൻറ്റാണ്. അതിനുശേഷം 2025 നടത്തിയ മറ്റൊരു ഭേദഗതിയിലൂടെ NGO പുറത്തിറക്കിയ പ്രകാരം കേരളത്തിൽ ഹോർട്ടി വൈൻസ്, അതായത് പഴവർഗ്ഗങ്ങളിൽ നിന്നും മദ്യം ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ വീര്യം എന്ന് പറഞ്ഞാൽ 20 മുതൽ 30% വരെയാണ്. അത്തരത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന ഡിസ്റ്റിലറികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനമെടുത്തത് LDF ആണ്. അപ്പോൾ കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളൊരു ആശയം കൊണ്ടുവന്ന് അല്ലെങ്കിൽ അത് നടപ്പിലാക്കിയ LDF ഗവൺമെൻറ് ഇപ്പോൾ അതിനെ കുറ്റപ്പെടുന്നതിൽ, അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാർ ഇപ്പോൾ അതിനെ കുറ്റപ്പെടുന്നതിൻ്റെ പിന്നിലെ സാങ്കത്യം എന്താണ്? നിലവിൽ കേരളത്തിലെ UDF ഗവൺമെൻറ് എനിക്ക് മനസ്സിലായിടത്തോളം അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ ഇല്ല. അതിലൊരു തീരുമാനമുണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക തീരുമാനമാണ്. നിലവിൽ ധനകാര്യ വകുപ്പിലെ GST വകുപ്പ് സെയിൽ ടാക്സ് സംബന്ധിച്ച് നിലവിലുണ്ടായിരുന്നതിൽ നിന്നും ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ മറ്റൊരു തീരുമാനവും ഈ ഗവൺമെൻറ് എടുത്തിട്ടില്ല. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയത്തിൽ നയപരമായ ഒരു തീരുമാനവും പ്രഖ്യാപിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായ തീരുമാനത്തിൻ്റെ കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത്തരമൊരു നയപരമായ തീരുമാനവും എക്സൈസ് വകുപ്പ് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ചിട്ടില്ല. അത് നിയമസഭയ്ക്ക് ശേഷം, സമ്മേളനത്തിന് ശേഷം വളരെ കാര്യമായൊരു ചർച്ച എന്ന് പറഞ്ഞാൽ അബ്കാരി നയത്തെ സംബന്ധിച്ച് കാര്യമായൊരു ചർച്ച നടത്താനാണ് വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയും മുന്നണിയും അതോടൊപ്പം തന്നെ എല്ലാ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വിഭാഗങ്ങളും, മദ്യവിരുദ്ധ സമിതികൾ, വിവിധ സംഘടനകൾ, വ്യക്തികൾ, ഇവരുടെ എല്ലാം അഭിപ്രായം ക്രോഡീകരിച്ച് കേരള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, കേരള സമൂഹത്തിന് ഗുണകരമായൊരു മദ്യനയമായിരിക്കും കേരളത്തിൽ UDF സർക്കാർ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അതൊരു നികുതിയുമായി ബന്ധപ്പെട്ടൊരു തീരുമാനമാണ്, സെയിൽ ടാക്സ് തീരുമാനമാണ്. കേരളത്തിൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കണോ വേണ്ടയോ എന്നുള്ള നയപരമായ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ജവാന്റെ നിർമ്മാണവും യഥാർത്ഥത്തിൽ വലിയൊരു കെടുകാര്യസ്ഥതയുടെ ഫലമാണ് ട്രാവൻകൂർ ഷുഗേഴ്സിൽ നടന്നത്. അത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് ട്രാവൻകൂർ ഷുഗേഴ്സിൽ ഉൽപ്പാദനം നിന്നു തുടങ്ങി. അതായത് ഈ ജവാന്റെ 2 തരം കുപ്പികളാണ് സംസ്ഥാനത്തുള്ളത്. ഒന്ന് 750 ml, 2 1000 ml. ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഏപ്രിൽ 20 തന്നെ 750 ml പ്രൊഡക്ഷൻ നിലച്ചു. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് 3 മാസം മുമ്പ് തന്നെ ഈ ജവാനിൽ 750 ml കുപ്പികൾ നൽകുന്ന ടെൻഡർ കാലാവധി അവസാനിച്ചിരുന്നു. അതിന് 3 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടും വീണ്ടും അതിൽ ആവശ്യമായ ടെൻഡർ രേഖകൾ സബ്മിറ്റ് ചെയ്യാതിരിക്കുന്ന നിമിത്തം 750 ml കുപ്പികൾ ലഭിച്ചിരുന്നില്ല. അപ്പോൾ അന്ന് വരെ ഏപ്രിൽ 20 മുതൽ ഇന്നോട്ട് 750 ml പ്രൊഡക്ഷൻ നടന്നില്ല. പിന്നീട് ജൂൺ മാസം 11-ാം തീയതി 1000 ml ബന്ധപ്പെട്ട് കുപ്പികളുടെ ചെറിയ ഷോർട്ടേജ് ഉണ്ട്. അതല്ല യഥാർത്ഥ പ്രശ്നം. കാർട്ടൺ ബോക്സുകളുടെ ലഭ്യതക്കുറവ്, അതുകൂടാതെ സ്റ്റിക്കറുകളുടെ നിർമ്മാണം ഉണ്ടായില്ല. അപ്പോൾ ഇത് കാരണം 1000 ml പ്രൊഡക്ഷനും നിലച്ചു. യഥാർത്ഥത്തിൽ ബെവ്കോ, ഇതിനെ ചുമതല വഹിക്കുന്ന ബെവ്കോ മാനേജ്മെൻറ്റോ പിന്നെ ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെ മാനേജ്മെൻറ്റോ ഗവൺമെൻറ്റിന് ഈ കാര്യം അറിയിച്ചിരുന്നില്ല. അപ്പോൾ ഈ വിവരം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ വളരെ അടിയന്തരമായ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു. ഇതുമൂലം ഉണ്ടായ സാമ്പത്തിക നഷ്ടം കണക്ക് കൂട്ടി കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ ടാക്സ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഉൽപ്പാദനം പുനരാരംഭിക്കാൻ ആവശ്യമായ അടിയന്തര നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ ടെൻഡർ എന്ന് പറഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് മാത്രമേ ഈ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ ടെൻഡർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഉൽപ്പാദനം ആരംഭിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ബെവ്കോ മാനേജ്മെൻറ്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ മിന്നൽ മാജിക് എന്നൊരു ബ്രാൻഡ് പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ചിറ്റൂരിൽ മലബാർ ഡിസ്റ്റിലറീസിൽ എനിക്ക് മനസ്സിലായിട്ട് ആ ഫയൽ പരിശോധിച്ചപ്പോൾ 17 കോടി രൂപയുടെ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ 2 കോൺവെയർ ബെൽറ്റുകളും ശരിയായി എന്നാണ് മനസ്സിലാവുന്നത്.
പക്ഷെ അത് ഉൽപ്പാദിപ്പിക്കണോ വീര്യം വേണ്ടയോ കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന കേരളത്തിൽ ആരംഭിക്കാൻ സാധ്യത തുറക്കുന്നതായിരുന്നു ഇന്നലത്തെ ബജറ്റിനുള്ളിലെ ലോ ആൽക്കഹോളിക് ബിവറേജസ് വിഭാഗത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നടത്തിയ പ്രഖ്യാപനം. അത് വകുപ്പ് മന്ത്രി അറിയാതെ നടത്തിയ പ്രസ്താവനയായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമായിരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ വിവാദം നിലനിൽക്കുന്നുണ്ട്. അതിലാണ് മന്ത്രി എം ലിജു ഇപ്പോൾ വിശദീകരണം നൽകിയത്. ഈ